ബൂത്ത് അടിസ്ഥാനത്തിലുള്ള പോളിംഗ് ശതമാനം ജനങ്ങളെ അറിയിക്കാൻ നിയമപരമായി ബാധ്യതയില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ആഴ്ച സുപ്രീം കോടതിയെ ഒരു സത്യവാങ്മൂലത്തിലൂടെ അറിയിച്ചത്. എന്നാൽ ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്ത് ഇതിനോടകം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ എല്ലാ മണ്ഡലങ്ങളിലെയും ഈ പോളിംഗ് ശതമാനം പരസ്യപ്പെടുത്തുകയും ചെയ്തു. വസ്തുത കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പെട്ടെന്നുള്ള ഈ ഒരു നിലപാട് മാറ്റമെന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. ഈ ഇങ്ങനെ ഒരു പരസ്യപ്പെടുത്തലിന് പിന്നിൽ എന്തായിരിക്കും അതിനുള്ള? ഇതിൽ രണ്ട് കാര്യമാണ് ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റിലുള്ളത്. ഒന്ന്, ഈ കണക്ക് എല്ലാ സ്ഥാനാർത്ഥികളുടെയും ഏജന്റുമാരുടെ കൈവശമുള്ളതാണ്. 17C പ്രകാരം എത്ര വോട്ടർമാരുണ്ട്, അതിലെത്ര പേർ വോട്ട് ചെയ്തു, സ്ത്രീ വോട്ടർമാർ എത്ര, പുരുഷ വോട്ടർമാർ എത്ര എന്നുള്ളത് ആ കണക്ക് കൃത്യമായി എല്ലാ ഏജന്റുമാരുടെയും കയ്യിലുണ്ട്. അതിൽ കൃത്രിമത്വം കാണിക്കാൻ കഴിയില്ല, ആര് വിചാരിച്ചാലും നടക്കാത്തതാണ് എന്ന് ആവർത്തിച്ച് അടിവരയിട്ട് പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് മണ്ഡലം അടിസ്ഥാനത്തിലുള്ള, ബൂത്ത് അടിസ്ഥാനത്തിലല്ല മണ്ഡലം അടിസ്ഥാനത്തിൽ 543 മണ്ഡലങ്ങളിലെയും ആപ്പിൽ ലഭ്യമാണെന്നാണ് അറിയിക്കുന്നത്. ഇപ്പോൾ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ആപ്പിൽ ലഭ്യമാണെന്നുള്ളത്. ഇതുവരെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 5 ഘട്ടങ്ങളിലായി ഏകദേശം 66.39 പേർ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൃത്രിമത്വം കാണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൽ അടിവരയിട്ട് അവർ പറയുന്നത്. എന്ന് വെച്ചാൽ അതിൽ നിന്ന് ഒരു വോട്ട് കുറയ്ക്കാനോ ഒരു വോട്ട് കൂട്ടാനോ ആര് വിചാരിച്ചാലും നടക്കില്ല. വോട്ട് എണ്ണുമ്പോഴും ഇത് എല്ലാ വോട്ടും ഏജന്റുമാരും കാണുന്നതാണ്. എന്ന് വെച്ചാൽ ബാലറ്റ് ബോക്സ് അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീൻ തുറക്കുമ്പോൾ ഈ കയ്യിലിരിക്കുന്ന 17C പ്രകാരം നിങ്ങൾക്ക് ആ ടാലി നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് അനാവശ്യമായ ഒരു പ്രചരണമാണ് ഇത്രയും ദിവസം നടന്നത് എന്ന് ആവർത്തിച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലേതടക്കമുള്ള ഇതുവരെ നടന്ന 5 ഘട്ടങ്ങളിലെയും തെരഞ്ഞെടുപ്പുകളിലെ മണ്ഡലം തിരിച്ചുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷേ അവിടെ പ്രസക്തമായൊരു ചോദ്യം, എന്തിന് ഇത്രയും സമയമെടുത്തു എന്നുള്ളതാണ്. ഈ വിവാദം ഒരുപക്ഷെ കമ്മീഷന് തന്നെ ഇതിന് ഇങ്ങനെയൊന്നും ഈ തലത്തിലൊന്നും എത്തിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. നേരത്തെ ബസ്സെന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ആപ്പിൽ ഈ കണക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പോളിംഗ് കഴിഞ്ഞ് അല്ലെങ്കിൽ പോളിംഗ് പൂർത്തിയായ ഒരു 48 മണിക്കൂറിനുള്ളിൽ അപ്ലോഡ് ചെയ്യാവുന്നുള്ള ഒരു കാര്യം എന്തുകൊണ്ട് ഇത്രയും വൈകി എന്നൊരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നില്ലേ? അല്ല, അതിൽ അവരിന്ന് വളരെ കൃത്യമായി ഇതിൽ പറയുന്നുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പ് റിലീസിൽ തന്നെ പറഞ്ഞതാണ്. ഇതിൽ പറയുന്നത് 2 കാര്യങ്ങളാണ്. എനി ഓൾട്ടറേഷൻ ഇൻ ദ നമ്പർ ഓഫ് വോട്ട്സ് പോൾഡ് ഈസ് നോട്ട് പോസിബിൾ. എന്ന് വെച്ചാൽ ഇത് വോട്ട് മെഷീൻ സീൽ ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ സുതാര്യമായിട്ടാണ് ഞങ്ങൾ നടത്തുന്നത്. ടേൺ ഔട്ട് ഡാറ്റ ഏപ്രിൽ 19 മുതലുള്ള ടേൺ ഔട്ട് ഡാറ്റ അത് കൃത്യമായി തന്നെ 17C പ്രകാരം എല്ലാവർക്കും ഉണ്ട്. ഇതിൻ്റെ അന്തിമമായ പട്ടിക എല്ലാ സ്ഥാനാർത്ഥികൾക്കും നൽകുന്നുണ്ട്. അത് സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർക്ക് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഒരു തരത്തിലുള്ള കൃത്രിമത്വവും കാണിക്കാൻ കഴിയില്ല. മാത്രമല്ല, ഓരോ സ്ഥാനാർത്ഥിയുടെ ഏജന്റന്മാർക്ക് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിനെ അനുഗമിക്കാൻ അനുമതിയുണ്ട് സ്ട്രോങ് റൂമിലേക്ക്. ഇത് തുറക്കുന്ന സമയത്തും ഈ സ്ഥാനാർത്ഥിയുടെ ഏജന്റിന് അവിടെ പ്രവേശിക്കാൻ അനുമതിയുണ്ട്. സീൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിലെവിടെയാണ് കൃത്രിമത്വം കാണിക്കാൻ കഴിയുന്നത്? അപ്പോൾ നിങ്ങൾ അനാവശ്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് നടപടിക്രമത്തിൽ ഒരു സംശയത്തിൻ്റെ കണിക കൊണ്ടുവരാൻ ചിലർ ബോധപൂർവം ശ്രമിച്ചു എന്ന് വരുത്തുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിലൂടെ നടത്തിയിരിക്കുന്നത്. പിന്നെ 2, ഈ അബ്സല്യൂട്ട് ഫിഗേഴ്സ്, അതായത് സമ്പൂർണ്ണ കണക്കുകൾ പുറത്തുവിട്ടതെന്ത്? ആദ്യം പുറത്തുവിടാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ഇപ്പോൾ എന്തുകൊണ്ട് പുറത്തുവിട്ടു എന്നുള്ളതും ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുപ്രീം കോടതിയിൽ കടുത്ത നിലപാടുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് സുപ്രീം കോടതി ഒരു ഇതിലേക്ക് പോയി, അത് ഹാൻഡ്സ് ഓഫ് പോളിസി എടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അവർ ജയിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോൾ പിന്നെ കൂടുതൽ ബലം പിടിക്കേണ്ട, അങ്ങ് പുറത്തു വിട്ടേക്കാം, അതിൽ ഇനി എന്താണ് വരാനുള്ളത് അപ്പോൾ നോക്കാം എന്നുള്ളതായിരിക്കും. സുപ്രീം കോടതി ആ വിഷയത്തിൽ ഒരു അന്തിമമായ തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് നടപടി ആരംഭിച്ച സാഹചര്യത്തിൽ അല്ലെങ്കിൽ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ അതിൽ ഇടപെടുന്നില്ല എന്നാണ് കോടതി പറഞ്ഞത്. ഏതായാലും വൈകിയാണെങ്കിലും കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. കമ്മീഷൻ ഈ മുഴുവൻ കണക്കുകളും ഇതിനോടകം തെരഞ്ഞെടുപ്പ് പൂർത്തിയായ 5 ഘട്ടങ്ങളിലായി പൂർത്തിയായ മണ്ഡലങ്ങളിലെ മുഴുവൻ കണക്കുകളും ഇപ്പോൾ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെയൊക്കെ എത്രത്തോളം തൃപ്തിപ്പെടുത്തും, തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ സംശയങ്ങൾ പൂർണ്ണമായും ദൂരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ ഇനിയും അവശേഷിക്കുകയാണ്.